എങ്ങനെ മീൻ മേടിച്ച് സാധാരണക്കാർ ജീവിക്കും? നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മീൻ കൂട്ടണ്ട എന്നാണ് പറയുന്നത്. ഈ കാണുന്ന ഈ ചെറിയ സാധനത്തിന് 350 രൂപയാണ് വില. സാധനം നല്ലതാണ്, പക്ഷേ ഇത്രയും വിലയൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെ മീൻ മേടിച്ച് കഴിക്കും? ഇനി ഇതൊന്ന് നേരെയാക്കി ഒന്ന് കറി വയ്ക്കണം. അതാണ് ഇന്നത്തെ വീഡിയോ. ആവോലി നേരെയാക്കുകയാണ്. ഇനി അത് നേരെയാക്കി കഷ്ണങ്ങളാക്കി വന്നു കഴിഞ്ഞാൽ വീണ്ടും കാണിക്കാം. ആവോലി നേരെയാക്കുകയാണ്. നേരെയാക്കി കഴിഞ്ഞാൽ വീണ്ടും കറി വയ്ക്കുന്നത് കാണിക്കാം. ഇത്രയാണ് മീനെ നേരെയാക്കിയത്. ഇനി നമ്മൾക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. മീൻകറിക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാൻ കടുകിടലില്ല. എൻ്റെ പ്രത്യേകതരം മീൻകറിയാണ്, കടുകിടലില്ല. പിന്നെ അതുപോലെ ഈ മുളക് ഇട്ടിട്ടുള്ള ഒരുപാട് ചാറില്ലാത്ത കറിയാണ് ഞാൻ വെക്കുക. അപ്പം അത് വെക്കുന്ന സമയത്ത് അതിനെ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. ഒരല്പം മല്ലിപ്പൊടി, അത് കുറച്ച് മാത്രം മല്ലിപ്പൊടിയും ചേർക്കും. പാകത്തിന് കാശ്മീരി ചില്ലിയാണ് കൂടുതലായിട്ട് ചേർക്കുക. പിന്നെ ഒരു എരിവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സാദാ മുളക് പൊടിയും കൂടി ഒരു ചെറിയ സ്പൂണ് ചേർക്കും. അത്രയേ ഉള്ളൂ. അപ്പം ചുമന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചതച്ച് വെച്ചിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ഇടും. പച്ചമുളക് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ആവോലിക്കറിയാണ്. ഓരോ ദിവസം ഓരോ മീൻകറിയാണ് നമ്മൾ കാണിക്കുക. ആവോലി എങ്ങനെ വയ്ക്കാം? ആവോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവോലിക്ക് അധികം വേവില്ലാത്തൊരു മീനാണ്. നല്ല വില കൂടിയ മീനുമാണ്. അതുപോലെ തന്നെ ടേസ്റ്റും അതുപോലെ തന്നെയാണ്. അപ്പം അങ്ങനത്തെ മീൻകറി വയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കാറില്ല. മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം നമ്മൾ ചേർക്കുള്ളൂ. അത് നമ്മൾ പുളി വെള്ളത്തിലിട്ട് ആ വെള്ളവും പിന്നെ അതിൻ്റെ കൂടെ അല്പം വെള്ളം കൂടി ചേർത്തിട്ട് വേണം. ഇതിനകത്ത് എരിവുള്ള മുളക് പൊടി ചെറിയ സ്പൂണ് 2 സ്പൂണും ഉണ്ട്. കാശ്മീരി ചില്ലി 2 സ്പൂൺ 3 സ്പൂണോളം ഉണ്ട്. പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒരു പിഞ്ച്, അതായത് കുറച്ച് ഉലുവാപ്പൊടിയും. ഞാൻ ചുവന്നുള്ളി സാധാരണ ഞാൻ ചേർക്കാറില്ല.
ഇന്നിവിടെ കുറച്ച് നേരെയാക്കി ഇരിക്കുന്ന കണ്ടപ്പം അതിലൊരു 2-3 കഷ്ണം ചേർത്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കറിയുടെ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ പറയാം, ഇത് ടേസ്റ്റാണോ ഇല്ലെന്നുള്ളത്. ഇതുവരെ ഞാൻ ചുവന്നുള്ളി ചേർത്തിട്ടില്ല, മഞ്ഞപ്പൊടിയും ചേർക്കില്ല, ചുവന്നുള്ളിയും ചേർക്കില്ല. അതാണ് ഇങ്ങനത്തെ മീൻ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ഞാൻ. ഇനി നമ്മൾ വെക്കുന്നതിനേക്കാട്ടിലും വേറെന്തെങ്കിലും വ്യത്യാസം ഇതിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് കഴിച്ചു കഴിഞ്ഞിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായം പറയുക. പുളി ഒഴിക്കുകയാണ്. അല്പം വെള്ളം കൂടി തിളപ്പിച്ചാറിയ വെള്ളം ലേശം കൂടി. ഇനി ഇതിലേക്ക് ഉപ്പ് പാകത്തിന് ചേർക്കും. കയ്യിന് ഒരല്പം ഷിവറിങ് ഉണ്ട്, അതുകൊണ്ടാണ് ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഇച്ചിരി വെട്ടലൊക്കെ വരുന്നത്. അത് സദയം ക്ഷമിക്കുക. വേറെ ആരും സഹകരിക്കാനില്ലാത്തത് കൊണ്ടാണ്. ഇത് പുളിവെള്ളം നല്ലോണം തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മീനിടാം. തിരി ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഒരു ചെറിയ തോതിൽ പാലെടുത്തിട്ട് ഒഴിക്കുക. അതായത് മുളക് പൊടി ഇട്ടിരിക്കുന്നതുകൊണ്ട് എരിവ് ഒരുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഉപ്പുണ്ടോ നോക്കാം. മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരല്പം കൂടി വറ്റിയാൽ മതി. പാകത്തിന് ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. സൂപ്പർ കറിയാണ്. ഇനി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത് കണ്ടിട്ട്. എന്നിട്ട് അഭിപ്രായങ്ങളും കൂടി പറയണം. ഇനിയിപ്പോൾ നമ്മളുടെ നാവിന് പറ്റിയ
പിന്നെ രുചിയായിരിക്കില്ല, ചിലപ്പോൾ വേറൊരാളുടെ ഇതിനും ചെയ്താക്കുക. അപ്പോൾ അതുകൊണ്ടൊന്ന് വെച്ച് നോക്കിയിട്ട് ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.